ഹലോ ഡിയേഴ്സ്, ബെറ്റ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറ്റ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാർക്ക് ഫാൻറ്റസി കപ്പ് കേക്ക് ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഡാർക്ക് ഫാൻറ്റസി വെച്ചൊരു കപ്പ് കേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു കപ്പ് കേക്കാണ്. നിങ്ങൾ അതേ റെസിപ്പി തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റായി അറിയിക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. 2 മുട്ട, ബട്ടർ 150 ഗ്രാംസ്, മൈദ 1/4 കപ്പ്, പൗഡർ ഷുഗർ 150 ഗ്രാംസ്, ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് പൊടിച്ചത് 1 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, പാല് 70 ml, കേർഡ് 1 ടേബിൾ സ്പൂൺ. ആദ്യം റൂം ടെമ്പറേച്ചറുള്ള അൺസാൾട്ടഡ് ബട്ടറിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുക. അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. സ്പീഡ് 2-ൽ, ബീറ്ററിൻ്റെ സ്പീഡാണ് ഞാൻ പറയുന്നത്, സ്പീഡ് 2-ൽ 30 സെക്കൻഡ്സ് ബീറ്റ് ചെയ്യുക. ഇതുപോലെ ക്രീമി ടെക്സ്ചർ ആവും. ഇതിലേക്ക് ഓരോ മുട്ട വീതം ചേർക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കരുത്. ഒരു മുട്ട ഫുൾ സ്പീഡിൽ 10 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ ഫുൾ സ്പീഡിൽ 10 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ബാറ്ററിലേക്ക് ചേർക്കണം. അതൊരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആകുന്നവരെ ബീറ്റ് ചെയ്യുക. ഇനി റൂം ടെമ്പറേച്ചറുള്ള പാലിലേക്ക് തൈര് കൂടെ ആഡ് ചെയ്ത്, പുളിപ്പില്ലാത്ത തൈര് വേണം കേട്ടോ, അതുകൂടെ ആഡ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുക. കട്ടയുള്ള തൈരും കൂടെ നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റായതിന് ശേഷം ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. അതിൽ എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയാണ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ മഫിൻ കപ്സിലേക്കും, ഇത് ബേക്ക് ആൻഡ് സെർവ് ഡയറക്റ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ട്രേയും ഉണ്ട്. ട്രേയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് ഒരു ഹാഫ് പോർഷൻ നിറച്ചാൽ മതി. കാരണം ബേക്കായി വരുമ്പോൾ പൊങ്ങി വരുമല്ലോ. ഇതിപ്പോൾ കറക്റ്റ് ആ ലെവലിനനുസരിച്ച് ബേക്കായി കിട്ടും. 170 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 20 മിനിറ്റ്സ് ആദ്യം ബേക്ക് ചെയ്ത ശേഷം, കാരണം ഓരോ ഓവനിലും ഓരോ ടെമ്പറേച്ചർ ഇതായിരിക്കുമല്ലോ വരുന്നത്. ഇത് എനിക്കിപ്പോൾ ഒരു 25 to 30 മിനിറ്റ്സ് വരെ വരും, കാരണം ഞാൻ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ബട്ടർ ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി കൊക്കോ പൗഡർ 10 ഗ്രാംസ്, ഐസിങ് ഷുഗർ MB എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്, അത് 100 ഗ്രാംസ്, 100 ഗ്രാംസ് ഐസിങ് ഷുഗർ, വാനില എസൻസ് 1 ടീസ്പൂൺ, അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറുള്ള 50 ഗ്രാംസ്, ഇത് റിഫൈൻഡ് ഓയിലാണ് 2 ടീസ്പൂൺ മതി. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബട്ടർ, ഐസിങ് ഷുഗർ, കൊക്കോ പൗഡർ, വാനില എസൻസ്, ഇതെല്ലാം കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു നല്ല തിക്കായിട്ട് വരുന്ന കണക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ബട്ടർ ക്രീം എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാർണിവലിന് ഞാൻ സ്റ്റോൾ ഇട്ടായിരുന്നു. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വേഗം മെൽറ്റ് ആകത്തില്ല. നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സമയം അത് വെളിയിൽ വെക്കണം. സ്റ്റോളിൽ പുറത്ത് കൂടുതൽ സമയം വെക്കണമല്ലോ, അതുകൊണ്ടാണ് ബട്ടർ ക്രീം എടുത്തത്. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതാണ്, മറ്റേ വിപ്പിംഗ് ക്രീമിനേക്കാളും നല്ലതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ നോസിനനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. വേണ്ടേ? അപ്പം നിങ്ങൾക്ക് ഈ ഡാർക്ക് ഫാൻറ്റസി കപ്പ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.